1084 പ്രൊഫസർ റെയ്മണ്ട് ഡയോക്രസ് പാരീസിൽ വെച്ച് മരണമടഞ്ഞത്. നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവായിരുന്ന അദ്ദേഹം അറിവിന്റെയും ജീവിത വിശുദ്ധിയുടെയും പേരിൽ പ്രശസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ബ്രൂണോ. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. അപ്പോൾ ഗായക സംഘം ഇങ്ങനെ പാടി: എന്താണ് എന്റെ തെറ്റുകളും പാപങ്ങളും, എന്റെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് വെളിപ്പെടുത്തു. ഇത് പാടിത്തീരേണ്ട സമയം റെയ്മണ്ടിന്റെ മൃതദേഹം എഴുന്നേൽക്കുകയും നിരാശയുടെ സ്വരത്തിൽ വിലപിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു: ദൈവത്തിന്റെ വിധിയാൽ ഞാൻ കുറ്റാരോപിതനും വിധിക്കപ്പെട്ടവനും ശിക്ഷിക്കപ്പെട്ടവനുമായി തീർന്നിരിക്കുന്നു. അവിടെയുണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് ഞെട്ടിപ്പോയി. പുറമേക്ക് വിശുദ്ധ പരിവേഷത്തോടെ പ്രത്യക്ഷപ്പെടുമ്പോഴും ആർക്കും അറിയാത്ത രഹസ്യ പാപങ്ങൾ റെയ്മണ്ടിന് ഉണ്ടായിരുന്നുവെന്ന് അവിടെ കൂടിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബ്രൂണോയ്ക്ക് മനസ്സിലായി. ഈ സംഭവം ബ്രൂണോയെ പിടിച്ചുകുലുക്കി. ആഡംബര ജീവിതം നയിച്ച് ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിച്ച ബ്രൂണോയ്ക്ക് പ്രസ്തുത സംഭവം തിരിച്ചറിവിൻ്റെതായി. അദ്ദേഹം ആഡംബര ജീവിതം ഉപേക്ഷിക്കുകയും ദാരിദ്ര്യത്തിലും ഏകാന്തതയിലും ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് പിൽക്കാലത്ത് കർത്തൂസ്യൻ സന്യാസ സഭയുടെ സ്ഥാപകനായ കൊളോണിലെ വിശുദ്ധ ബ്രൂണോ ആയി മാറിയത്. 1623 ഫെബ്രുവരി 17 പോപ്പ് ഗ്രിഗറി 15 പാപ്പ ബ്രൂണോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. തലയോട്ടി കയ്യിലെടുത്ത് ധ്യാനിക്കുന്ന വിശുദ്ധ ബ്രൂണോയെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഗുരുവിന്റെ മരണത്തിലൂടെ മാനസാന്തരപ്പെട്ട ബ്രൂണോയെ തലയൊട്ടി കയ്യിലെടുത്ത് ധ്യാനിക്കുന്ന വിധമാണ് ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത്.